വെൽക്കം ബാക്ക് ടു ടീച്ച് ഫ്രം ഹാർട്ട്. 10ാം ക്ലാസ്സിലെ ഹിന്ദി ഫസ്റ്റ് യൂണിറ്റ് ഫസ്റ്റ് ചാപ്റ്റർ ലാസ്റ്റ് ക്ലാസ്സാണ്. ക്ലാസ്സിലേക്ക് പോകുന്നതിന് മുൻപായി ഒരു കാര്യം, ആദ്യമായിട്ടാണ് എൻ്റെ ഈ ചാനൽ കാണുന്നതെങ്കിൽ ക്ലാസ് കണ്ടതിന് ശേഷം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്കും കമൻറ്റും ചെയ്യുക. കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ പഠിച്ചത് സാഹിലും ബേലയും, ഉറ്റ സുഹൃത്തുക്കളായ സാഹിലും ബേലയും അവരുടെ ഫ്രണ്ട്ഷിപ്പിനെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞത്. അവർ എവിടെ പോയാലും ഒരുമിച്ച് സ്കൂളിലേക്ക് വരുന്നതും പോകുന്നതുമെല്ലാം ഒരുമിച്ചായിരുന്നു. അങ്ങനെ എന്ത് ചെയ്യുന്നു, ക്ലാസ്സിൽ അവർക്ക് ഏറ്റവും പേടി സ്വപ്നമായിരുന്ന ആരാണ്? സുരേന്ദർ സാർ. അദ്ദേഹത്തിൻ്റെ ഗണിത ക്ലാസ് അവർക്ക് ഭയങ്കര പേടിയായിരുന്നു. അദ്ദേഹം ഒരു ദിവസം എന്ത് ചെയ്യുന്നു, ബേലയുടെ തലമുടിയിൽ ചുറ്റി വലിക്കുകയും അതേസമയം ബേലയുടെ ഭാഗത്തു നിന്ന് തെറ്റൊന്നും ഇല്ലായിരുന്നു. അത് മനസ്സിലാക്കി അദ്ദേഹം മുടിയിൽ നിന്നും പിടിവിടുകയും ഒക്കെ ചെയ്യുന്നു. എന്നിട്ട് കോപ്പി ബുക്കെടുത്ത് അവളുടെ സീറ്റിലേക്ക് എറിഞ്ഞതിന് ശേഷം അവിടെ പോയി ഇരിക്കാനൊക്കെ പറയുന്നു. അങ്ങനെ എന്ത് ചെയ്യുന്നു, ബേല പേടിച്ച് വിറയ്ക്കുകയാണ്. അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ സംഭവിക്കുന്ന, ദീപാവലിയുടെ അവധിയൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ ബേലയുടെ തലയിൽ ഒരു ബാൻഡേഡ് കെട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കുറേ കുട്ടികൾ അവളെ കളിയാക്കിയിട്ടുണ്ടായിരുന്നു. എന്നാൽ സാഹിൽ വളരെ പരിഭ്രമത്തോടു കൂടിയാണ് എന്ത് പറ്റിയെന്ന് ചോദിക്കുന്നതും അവൾ എന്ത് പറയുന്നു, മേൽക്കൂരയിൽ നിന്ന് വീണതാണെന്ന് പറയുകയൊക്കെ ചെയ്യുന്നു. എന്നിട്ട് എവിടെ കളിക്കാൻ, ഗാന്ധി പ്രതിമയുടെ ചുറ്റും അവിടെ പോയി ആ മണ്ണിൽ കളിക്കാൻ ബേല ശാഠ്യം പിടിക്കുന്നു. അങ്ങനെ എന്ത് ചെയ്യുന്നു, സാഹിലും ബേലയും ബാക്കി കൂട്ടുകാരും കൂടി അവിടെ പോയി കളിക്കുന്നു. അതുവരെയാണ് നമ്മൾ പഠിച്ചത്. അതിൻ്റെ ബാക്കി ക്ലാസ്. रविवार का दिन था. साहिल अपने घर में नीम के पेड़ की ढाली पकड़कर झूम रहा था. രവിവാർ സൺഡേ, ഞായറാഴ്ച ദിവസമായിരുന്നു. സാഹിൽ അപ്പനെ ഘർമേം, സാഹിൽ തൻ്റെ വീട്ടിൽ നീം കെ പേട് കി ഢാലി പകഡ്കർ, നീം എന്തോന്നാണ്? വേപ്പ്, ആര്യവേപ്പ്, വേപ്പ് മരത്തിൻ്റെ ഢാലി കൊമ്പ്, ഢാലി പകഡ്കർ ചൂം രഹാത, ചൂമിന് ആടുക, കൊമ്പിൽ പിടിച്ച് ആടുകയായിരുന്നു, വേപ്പിൻ്റെ കൊമ്പത്ത് പിടിച്ച് ആടുകയായിരുന്നു. വഹ് ഏക്ക് സ്റ്റൂൾ പർ ചട്കർ ചൂൽത്താ ഥ, എങ്ങനെയാണ് അവൻ ആടിക്കൊണ്ടിരുന്നത്? അവൻ ഒരു സ്റ്റൂളിൻ്റെ പുറത്ത് കയറി നിന്നാണ് എന്ത് ചെയ്യുന്നത്, കൊമ്പിൽ പിടിച്ച് ആടിക്കൊണ്ടിരുന്നത്. അചാനക് ടൂട്ടേ സ്റ്റൂൾ കി ഏക്ക് കീൽ സാഹിൽ കി പിണ്ടലി മേം ലഗ് ഗയി, എന്താണ് പറ്റിയത്? അചാനക് പെട്ടെന്ന്, ടൂട്ടേ പൊട്ടിയ, സ്റ്റൂൾ കി ഏക്ക് കീൽ, ആ പൊട്ടിയ സ്റ്റൂളിൻ്റെ ഒരു ഭാഗത്തു നിന്നും കീൽ, ഒരു ആണി, സാഹിൽ കി പിണ്ടലിമേം ലഗ് ഗയി, എവിടെ? പിണ്ടലി എന്ന് പറഞ്ഞാൽ നമ്മുടെ മുട്ടിന് താഴെയായിട്ട് വരുന്ന കാൽവെണ്ണ, ആ കാൽവെണ്ണയുടെ ഭാഗത്ത് എന്ത് ചെയ്തു, തറച്ച് കയറി. ഏക്ക് ഇഞ്ച് ഗഹര ഗഡ്ഡ ഹോ ഗയ, ഏകദേശം 1 ഇഞ്ച് ആഴത്തിലുള്ള മുറിവായിരുന്നു. അപ്പോൾ ഞായറാഴ്ച ദിവസമായിരുന്നു. സാഹിൽ എന്ത് ചെയ്യുകയായിരുന്നു? സാഹിൽ അവൻ്റെ വീട്ടിൽ വേപ്പ് മരത്തിൻ്റെ കൊമ്പത്ത് പിടിച്ച് ആടിക്കൊണ്ടിരിക്കുകയായിരുന്നു. അവനൊരു സ്റ്റൂൾ ഇട്ടിട്ട് അതിൻ്റെ പുറത്ത് കയറി നിന്നാണ് ആടിക്കൊണ്ടിരുന്നത്. പെട്ടെന്ന് എന്ത് ചെയ്യുകയുണ്ടായി, ആ പൊട്ടിയ സ്റ്റൂളിൽ നിന്നും ഒരു ആണി സാഹിലിൻ്റെ കാൽവെണ്ണയിൽ പൊത്തു കയറുകയും 1 ഇഞ്ച് ആഴത്തിലുള്ള മുറിവുണ്ടാവുകയും ചെയ്തു. ഉസേ സർക്കാരി ആസ്പത്താൽ മേ പഠി ബന്ദ്വാനെ കെ ലിയെ ലേ ജായ ഗയ, എവിടെ പോയി? സർക്കാർ ആശുപത്രിയിൽ അവനെ എന്ത് ചെയ്യിക്കാനായിട്ട്? കാലിൽ ബാൻഡേജ് ഇടാനായിട്ട് അവനെ കൊണ്ടുപോയി. ഉസ്നെ ദേഖാ കി 2 ലോഗോം കോ ഛോഡ്കർ ആകെ ബേല ഖടി ഹേ, എന്താണ് അവൻ കണ്ടത്? ഉസ്നെ ദേഖ, അവൻ കണ്ടു, കി എന്താണ് കണ്ടത് എന്തെന്നാൽ, 2 ലോഗോം കോ ഛോഡ്കർ, 2 ആളുകൾക്ക്, ആളുകൾക്ക് മുന്നിലായി, ബേല ഖടി ഹേ, ആര് നിൽക്കുന്നു? ബേല നിൽക്കുന്നുണ്ടായിരുന്നു. സിർ മേം പഠി ബന്ദ്വാനെ ആയി ഹേ, അവൾ എന്തിനായിരിക്കും ഹോസ്പിറ്റലിൽ വന്നത്? അവളുടെ തലയിലെ മുറിവ്, ആ ബാൻഡേഡ് വെക്കാനായിട്ട് അവൾ വന്നതാണ്. സ്കൂൾ ആത്തേ ജാത്തേ ഹുയേ, സ്കൂളിലേക്ക് വരുമ്പോഴും പോകുമ്പോഴും, അവർ ക്ലാസ്സിലായാലും, കൈ ദിനോം തക്ക്, ഒത്തിരി ദിവസം, ഒരുപാട് ദിവസം വരെ എന്തായിരുന്നു? 2 ഐസേ ബച്ചേ ദിഖായി ദേത്തേ രഹേ ജിൻമേം സേ ഏക്ക് കെ സിർ പർ പഠി ബന്ദി ഹോത്തി ഔർ ഏക്ക് കി പിണ്ഡലി മേ, സ്കൂളിലേക്ക് വരുമ്പോഴും പോകുമ്പോഴും 2 ബച്ചേ ഐസേ ബച്ചേ ദിഖായി, എങ്ങനെ കാണപ്പെട്ടു? ജിസ്മേം സേ ഏക് കെ സിർ പർ, ഒരാളുടെ തലയിൽ എന്താണ്, ഒരു ബാൻഡേഡ് കെട്ടിയ ഒരാളുടെ തലയിലും അതുപോലെ മറ്റേ ആളിൻ്റെ കാലിലും. സഫേദ് പഠി വാലെ ഏ ദോനോം കഹി
കഹി ബർഫി സാത്ത് ഹോ ദിഖായി ദേത്തെ. എന്താണ് സംഭവിച്ചത്? സഫേദ് പട്ടിവാലെ വെളുത്ത നിറത്തിലുള്ള ഈ ബാൻഡേജ് കെട്ടി ഈ രണ്ടു പേരെയും എവിടെ നോക്കിയാലും എങ്ങനെ കാണാമായിരുന്നു? ഒരുമിച്ച് കാണാമായിരുന്നു. അപ്പോൾ എന്താണ് നമ്മൾ ഇവിടെ പറഞ്ഞത്? സാഹിലിൻ്റെ കാൽവണ്ണയിൽ ആണി കൊണ്ടു കയറുകയും അത് ബാൻഡേജ് ഇടുന്നതിനായി ഒട്ടിക്കുന്നതിനായി അവൻ എവിടെ എത്തുന്നു? സർക്കാർ ഹോസ്പിറ്റലിൽ എത്തുന്നു. അവിടെ വെച്ച് എന്ത് ചെയ്യുന്നു? ആരെ കാണുന്നു? രണ്ട് ആളുകളുടെ മുൻപിലായി ബേല നിൽക്കുന്നത് കണ്ടു. ബേല തൻ്റെ തലയിലെ മുറിവ് ബാൻഡേജ് ചെയ്യാനായിട്ട് വന്നതായിരുന്നു. അങ്ങനെ എന്താണ്, കുറച്ച് നാൾ സ്കൂളിൽ ഒരുപാട് ദിവസം വരെ രണ്ടു പേര്, ഒരാൾ കാൽവണ്ണയിൽ ബാൻഡേജ് ഒട്ടിച്ചും ഒരാൾ തലയിൽ, അങ്ങനെ രണ്ടുപേരെ കുറച്ച് നാൾ ഒരുമിച്ച് കാണപ്പെട്ടു. നെക്സ്റ്റ്, 5वीं कक्षा में റിസൾട്ട് ആ ഗയാ. 5ാം ക്ലാസ്സിൻ്റെ റിസൾട്ട് വന്നു. ദോനോം ഛഠി മേം ആ ഗയാ. ഛഠി എന്ന് പറഞ്ഞാൽ 6ാം ക്ലാസ്സിലേക്ക്, അവർ രണ്ടുപേരും 6ാം ക്ലാസ്സിലേക്കാണ് അടുത്ത്. യഹ് സ്കൂൾ 5वीं തക് ഹി ഥ. ഈ സ്കൂളിൽ എത്രാം ക്ലാസ് വരെയുള്ളൂ? 5ാം ക്ലാസ് വരെ മാത്രമേ ഉള്ളൂ. സാഹിൽ അബ് തും കഹാം പഠോഗേ? ബേലാനെ പൂച്ച. ബേല ചോദിച്ചു. പൂച്ചിന ചോദിക്കുക. ബേല ചോദിക്കുകയാണ്, സാഹിൽ ഇനി നീ എവിടെയാണ് പഠിക്കുന്നത്? എവിടെയാണ് പഠിക്കാൻ പോകുന്നത്? അവർ തും കഹാം പഠോഗി ബേല. അപ്പോൾ സാഹിലിനെ പൂച്ച അതിന് മറുപടി ഒന്നും പറയാതെ സാഹിൽ തിരിച്ച് ചോദിക്കുകയാണ്, നീ ഇനി എവിടെയാണ് പഠിക്കാൻ പോകുന്നത്? അപ്പോൾ ബേല പറയുകയാണ്, മേരെ പാപ്പ കഹ് രഹേ ഥേ കി തുझे രാജകീയ കന്യാ പാഠശാല में പഠായെങ്കെ और तुम. അപ്പോൾ എന്താണ് പറഞ്ഞത്? എൻ്റെ അച്ഛൻ പപ്പ അല്ലെങ്കിൽ അച്ഛൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്താണ്? തുझे നിന്നെ, അതായത് ബേലയെ രാജകീയ കന്യാ പാഠശാല, അവിടെ ഒരു ഗേൾസ് സ്കൂളിൽ എന്ത് ചെയ്യുമെന്ന് പഠിപ്പിക്കും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഓർ തും, നിന്നോടോ അല്ലെങ്കിൽ നീയോ? അപ്പോൾ സാഹിൽ പറയുകയാണ്, മുझे അഗലേ സാൽ അജ്മേർ ദേങ്കെ. എന്നെ എവിടെയാണ്? അകലെ സാൽ എന്ന് പറയുമ്പോൾ അകല, അടുത്ത, നെക്സ്റ്റ് ഇയർ, അടുത്ത വർഷം എന്നെ എവിടേക്ക് അയക്കും? അജ്മീറിലേക്ക് അയക്കും. വഹാം ഏക്ക് ഹോസ്റ്റൽ ഹേ. അവിടെ എന്തുണ്ട്? ഒരു ഹോസ്റ്റലുണ്ട്. ഘർ സേ ദൂർ വഹാം അകേല രഹൂങ്ക. വീട്ടിൽ നിന്ന് വളരെ അകലെ അവിടെ ഞാൻ ഒറ്റയ്ക്ക് താമസിക്കും. അപ്പോൾ ബേല ചോദിക്കുകയാണ്, ക്യോം സാഹിൽ, എന്തിനാണ് സാഹിൽ അങ്ങനെ ചെയ്യുന്നത്? പതാ നഹി ക്യോം, എന്താണെന്നറിയില്ല. ആര് പറയുന്നു? സാഹിൽ പറയുന്നു. അപ്പോൾ അവരുടെ റിസൾട്ട് വരുന്നു. ആ റിസൾട്ട് വരുന്ന സമയത്ത് അവിടെ 5ാം ക്ലാസ് വരെ മാത്രമേ ഇവർ പഠിക്കുന്ന സ്കൂളിൽ ഉള്ളൂ. അപ്പോൾ അവർ 6ാം ക്ലാസ്സിലേക്ക് എങ്ങോട്ടാണ് രണ്ടുപേരെയും ചേർക്കുന്നത് എന്നുള്ള കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുകയാണ്. ബാക്കി നോക്കാം. तो यानी कि अब तुम भुलेरा में नहीं भुलारा में ही नहीं रहोगे. അപ്പോൾ എന്താണ് ചോദിക്കുന്നത് ബേല? तो यानी कि अब तुम भुलेरा में, അങ്ങനെയാണെങ്കിൽ നീ ഇനി ഇവിടെ ഭുലേര ഗ്രാമത്തിൽ ഇവിടെ താമസിക്കില്ലേ? രഹോഗെ, ഇവിടെ നഹീം രഹോഗെ, ഇവിടെ ഇനി താമസിക്കില്ലേ എന്നാണ് ചോദിക്കുന്നത്. നഹി, ഇല്ല. തുമാര റിപ്പോർട്ട് കാർഡ് ദിഖാന. പെട്ടെന്ന് സാഹിൽ വിഷയം മാറ്റുകയാണ്. ആ വിഷമം എല്ലാം മാറാൻ വേണ്ടിയിട്ട് പെട്ടെന്ന് ആ വിഷയം മാറ്റിയിട്ട് പറയുന്നത്, നിൻ്റെ റിപ്പോർട്ട് കാർഡ് ഇങ്ങ് തന്നേ, കാണിച്ചേ എന്ന് പറഞ്ഞു. സാഹിൽ ബേലാക്ക റിപ്പോർട്ട് കാർഡ് ദേഖ് രഹാ ഥാ. അങ്ങനെ സാഹിൽ എന്ത് ചെയ്യുകയാണ്? ബേലയുടെ റിപ്പോർട്ട് കാർഡ് നോക്കുകയായിരുന്നു. അവർ ബേല സാഹിൽ ക. ബേല എന്ത് ചെയ്യാണ്? സാഹിലിൻ്റെ റിപ്പോർട്ട് കാർഡും നോക്കുകയാണ്. ആജ് ആഖിരി ബാരി വേ ഏക് ദൂസരി കി കോയി ചീസ് കോ ഛൂക്കർ ദേഖ് രഹേ ഥേ. അങ്ങനെ എന്ത് ചെയ്യാണ്? ആഖിരി ബാരി, അവസാനമായി, വേ ഏക് ദൂസരേക്ക്, ഒരാൾ മറ്റൊരാളിൻ്റെ, കോയി ചീസ്, എന്തെങ്കിലും ഒരു സാധനം എന്ത് ചെയ്യാണ്? ഛൂക്കർ ദേഖ് രഹേ, തൊട്ട് നോക്കുക. ലാസ്റ്റായിട്ട് അവരെന്ത് ചെയ്യാണ്? പരസ്പരം, അതുവരെ അവരെന്ത് ചെയ്യാണ്? എല്ലാം ഷെയർ ചെയ്യാറുണ്ടായിരുന്നു. പരസ്പരം ബുക്കും എല്ലാം മാറി എടുക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. അപ്പോൾ അവസാനമായിട്ട് അവർ പിരിയാൻ സമയത്ത് അവസാനമായിട്ടാണ് ഒരാൾ മറ്റൊരാളിൻ്റെ എന്ത് ചെയ്യുന്നത്? ഒരു വസ്തു അവർ പരസ്പരം തൊട്ടു നോക്കുകയാണ്. തുമാരി ആങ്ക് മേ ആംസു ക്യോം ആ രഹേ ഹേ ബേല. ചോദിക്കുകയാണ് സാഹിൽ, നിൻ്റെ കണ്ണിൽ, ആങ്ക് കണ്ണ്, തുമാരി ആങ്ക് മേ നിൻ്റെ കണ്ണിൽ, ആംസു കണ്ണുനീർ, ക്യോം ആ രഹേ ഹേ എന്തുകൊണ്ടാണ് നിൻ്റെ കണ്ണ് നിറഞ്ഞിരിക്കുന്നല്ലോ ബേല എന്ന് ചോദിക്കുകയാണ്. മുझे ക്യാ പത. എനിക്കെങ്ങനെ അറിയാം? ബേല മറുപടി പറഞ്ഞു, എനിക്കറിയില്ല, എനിക്കെങ്ങനെ അറിയാം? ബേലാനെ ടപ് ടബായി ആങ്കോസെ ഹംസ്തേ ഹുയെ കഹ. ടപ് ടബായി എന്ന് പറഞ്ഞാൽ നിറഞ്ഞു തുളുമ്പുന്ന, ഇങ്ങനെ കണ്ണ് നിറഞ്ഞു നിൽക്കുകയാണ്. ആ നിറഞ്ഞു തുളുമ്പുന്ന കണ്ണുകളോടെ ഹംസ്തേ ഹുയെ ചിരിച്ചുകൊണ്ടാണ് ബേല പറഞ്ഞത്, എനിക്കറിയില്ല എന്ന്.
സാഹിൽ കി ആംഖേം ബീർബഹൂട്ടി കി തരഹ് ലാൽ ഹോനെ ലഗി ഥി. സാഹിലിൻ്റെ കണ്ണുകൾ എന്തിനെ പോലെ, ഇവിടെയാണ് നമുക്ക് ആ ബീർബഹൂട്ടിയെക്കുറിച്ച് അതിൻ്റെ പ്രാധാന്യം മനസ്സിലാകുന്നത്. ബീർബഹൂട്ടിയുടെ പോലെ ചുവന്ന നിറത്തിൽ സാഹിലിൻ്റെ കണ്ണുകൾ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, ചുവന്നിട്ടുണ്ടായിരുന്നു. അവർ ഉന്മേം ബാരിഷ് കി ബൂന്തോം സാ പാനി ഭർ ഗയാ ഥ. എന്തുപോലെ, മഴത്തുള്ളി പോലെ അവൻ്റെ കണ്ണുകൾ, അല്ലെങ്കിൽ മഴ പെയ്തതുപോലെ മഴത്തുള്ളികൾ നിറഞ്ഞ പോലെ അവൻ്റെ കണ്ണുകൾ നിറഞ്ഞിരുന്നു. ബേല കഹിനെ ലഗി. ബേല പറയുകയാണ്, മൈം ചിഠാവും അബ് തുമേം. ഞാനിപ്പോൾ നിന്നെ ദേഷ്യം പിടിപ്പിക്കട്ടെ. ആ വിഷയം മാറ്റിക്കൊണ്ടുവരാൻ, സങ്കടമൊക്കെ മറയ്ക്കാൻ വേണ്ടി പറയുകയാണ്. ചിഠാവും, നിന്നെ ഞാൻ വാശി പിടിപ്പിക്കട്ടെ, അല്ലെങ്കിൽ നിന്നെ ദേഷ്യം പിടിപ്പിക്കട്ടെ എന്ന് പറയുകയാണ്. റോനി സൂരത് സാഹിൽ. റോനി സൂരത് സാഹിൽ എന്ത് പറഞ്ഞാണ് കളിയാക്കുന്നത്? റോനി സൂരത്, സൂരത്ത് ഇവിടെ ഫേസ്. റോനി സൂരത് കരയുന്ന മുഖമുള്ള സാഹിൽ, കരയുന്ന മുഖമുള്ള സാഹിൽ എന്ന് പറഞ്ഞ് കളിയാക്കുകയാണ്. ബാരിഷേം ആനേമേം ഠേഠ് മഹീന ബാക്കി ഥ. ഠേഠ് മീൻസ് 1.5. അപ്പോൾ ബാരിഷേം മഴ പെയ്യുന്നതിന് ഇനിയും എത്ര നാൾ ബാക്കിയുണ്ട്? 1.5 മാസം ബാക്കിയുണ്ട്. ലേക്കിൻ എഹ് ബാരിഷോം സെ പഹലേക്ക് ബാരിഷ് കാ ഏക് ദിൻ ഥ. അങ്ങനെ പക്ഷേ, ലേക്കിൻ പക്ഷേ ഇത് ബാരിഷോം സെ പഹലെ മഴയ്ക്ക് മുൻപേയുള്ള ബാരിഷ് കാ ഏക് ദിൻ ഥ മഴയുള്ള ഒരു ദിവസമായിരുന്നു. ആസ്മാൻ മേം ഖടായേം ഖിരി ഥി. എന്ത് ചെയ്യുന്നുണ്ടായിരുന്നു? ആസ്മാൻ ആകാശം, ഖടായേം ഖിരി മേഘാവൃതമായിരുന്നു. ധൂൽ ഭരി തേസ് ഹവായേം ചൽ രഹി ഥി. ധൂൽ ഭരി പൊടി, ധൂൽ എന്ന് പറഞ്ഞാൽ പൊടി, പൊടി നിറഞ്ഞ കാറ്റ്, ശക്തമായ തേസ് ഹവ ശക്തമായ കാറ്റ് വീശുന്നുണ്ടായിരുന്നു. പാനി ബർസ് രഹാ ഥ. എന്ത് ചെയ്യാൻ തുടങ്ങി? മഴ പെയ്യാൻ തുടങ്ങി. ഫുലേര കസ്ബെ കി ബാദൽ ഛായി ഏക് ഗലി മേം 5വീം സെ 6ഠി മേം ചലി ഗയി ഏക് ലഡ്കി ജാ രഹി ഥി. ഫുലേര കസ്ബെ, അപ്പോൾ ഫുലേര ഗ്രാമത്തിൻ്റെ അല്ലെ ആ ഫുലേര ജംഗ്ഷനിലൂടെ എന്ത് ചെയ്യാണ്? ബാദൽ ഛായി ഏക്ക്, ആ മേഘത്തിൻ്റെ തണലിലൂടെ, അല്ലെങ്കിൽ ഇരുണ്ട് മേഘങ്ങൾ മഴ പെയ്യാൻ തുടങ്ങിയ ആ ഭാഗത്തുകൂടെ, ഏക്ക് ഗലീമേ ആ തെരുവിലൂടെ, 5വീം സെ ചടീമേം ചലി ഗയി 5ാം ക്ലാസ്സിൽ നിന്നും 6ാം ക്ലാസ്സിലേക്ക് പഠിക്കാനുള്ള, അല്ലെങ്കിൽ 6ാം ക്ലാസ്സിലേക്ക് സെലക്ട് ആകപ്പെട്ട ഏക്ക് ലഡ്കി ജാ രഹി ഥി ഒരു പെൺകുട്ടി അങ്ങനെ പോവുകയാണ്. ഉസ്കെ ഭൂരേ ബാൽ. ഭൂരേ ബാൽ, അവൾ നേരത്തെ നമ്മൾ പറഞ്ഞു, മണ്ണിനെ കുറിച്ച് പറഞ്ഞപ്പോൾ തവിട്ട് നിറം, ഭൂര തവിട്ട് നിറമാണ്. അവളുടെ തവിട്ട് നിറത്തിലുള്ള തലമുടി ബീർബഹൂട്ടിയങ്കെ രംഗക്കെ ലാൽ റിബൺ സെ ബന്ധേ ഥേ. ബീർബഹൂട്ടിയുടെ തരത്തിലുള്ള ചുവന്ന നിറത്തിലുള്ള റിബൺ കൊണ്ട് കെട്ടിവെച്ചിരുന്നു. ദൂസരി ദിശാക്കോ ജാത്തി. അപ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റ് മറ്റൊരു ദിശയിലായി. ഏക് ഗലീമേം മറ്റൊരു തെരുവിലൂടെ, 5വീം സെ ചടീമേം ഗയ 5ൽ നിന്നും 6ലേക്ക് 6ാം സ്റ്റാൻഡേർഡിലേക്ക് പോകുന്ന ഏക് 11 സാൽ കാ ലഡ്ക ജാ രഹാ ഥ ഒരു 11 വയസ്സുള്ള ആൺകുട്ടി നടന്നു പോകുന്നു. ഇസ്കി പിണ്ഡലിമേം ബീർബഹൂട്ടിയോങ്കെ രംഗിക്കാസ ഏക് ഇഞ്ച് ലംബ ചോട്ട് കാ നിശാൻ ഥ. എന്തായിരുന്നു? ഇസ്കി പിണ്ഡലിമേ അവൻ്റെ കാൽവണ്ണയിൽ എന്തുണ്ടായിരുന്നു? ബീർബഹൂട്ടിക്ക് രംഗിക്കാസ ബീർബഹൂട്ടിയുടെ നിറം പോലെ. ഏത് നിറമാണ്? ചുവന്ന നിറത്തിലുള്ള. ഏക് ഇഞ്ച് ലംബ 1 ഇഞ്ച് ആഴത്തിലുള്ള. ചോട്ട് മുറിവ്. ക നിശാൻ അടയാളം ഉണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ മഴ എന്നതുകൊണ്ട്, അതായത് മഴ പെയ്യുന്നുണ്ടായിരുന്നു എങ്കിലും കഥാകൃത്ത് ഉദ്ദേശിക്കുന്നത് എന്തോന്നാണ്? രണ്ടുപേരുടെയും മനസ്സിലെ സങ്കടം ഇങ്ങനെ നിറയുന്നതിനെയാണ് എന്തുദ്ദേശിക്കുന്നത്? മഴ പെയ്യുന്നതിനെയും ഇവരുടെ സങ്കടത്തെയും ഒരുപോലെ എന്ത് ചെയ്യാണ്? ഉപമിച്ചിരിക്കുകയാണ്. അതുപോലെ എന്താണ്? അവരുടെ മനസ്സിൽ അവിടെ വീശുന്ന ആ കാറ്റും ഇരുണ്ടുകൂടിയ മേഘവുമെല്ലാം രണ്ട് കൂട്ടുകാർ പിരിഞ്ഞു പോകുന്ന അത്രയ്ക്കും ആ ഒരു മാനസിക സംഘർഷത്തെയും അവരുടെ വിഷമത്തെയും ഒക്കെയാണ് ഈ കഥയിലൂടെ വർണ്ണിച്ചിരിക്കുന്നത്. അപ്പോൾ കഥ എല്ലാവർക്കും നന്നായി മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ എന്ത് ചെയ്യുക? അടുത്ത ക്ലാസ്സിനായി കാത്തിരിക്കുക.